കൃഷ്ണന്റെ ഏറ്റവും ഭയാനകമായ അവതാരത്തെക്കുറിച്ച് അറിയാമോ? കംസന്റെ കൊട്ടാരമുറ്റത്തൊരുക്കിയ മല്ലയുദ്ധക്കളത്തിൽ വിജയത്തിനു വേണ്ടി ദാഹിച്ചു നിന്ന് മദമിളകിയ കുവലയപീഠം എന്ന ആനയെയും മല പോലെയുള്ള മല്ലന്മാരെയും തന്റെ കൈകൾ കൊണ്ട് തകർത്തെറിഞ്ഞ് കൃഷ്ണൻ കംസന്റെ സിംഹാസനത്തിനു മുന്നിലെത്തി. അതുവരെ കണ്ടിരുന്ന കണ്ണനെയല്ല അവിടെ നാം കാണുന്നത്. അധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ വന്ന കൃഷ്ണന്റെ ഉഗ്രരൂപമായിരുന്നു അത്. തന്റെ അന്തകൻ മുന്നിൽ നിൽക്കുന്നത് കണ്ട് കംസൻ വാളൂരി പോരിനിറങ്ങി. പെട്ടെന്ന് കൃഷ്ണന്റെ രൂപം മാറുന്നത് കംസൻ കണ്ടു. അമ്പാടിയിലെ കുട്ടിക്കുറുമ്പനായ കണ്ണന്റെ ലാളിത്യമല്ല അവിടെ കാണുക, മറിച്ച് പ്രപഞ്ചത്തെ മുഴുവൻ ഭസ്മമാക്കും വിധം ഭഗവാൻ ജ്വലിച്ചു നിന്നു. അഗ്നിജ്വാലകൾ ഭഗവാന്റെ കണ്ണുകളിൽ നിന്ന് കോപാഗ്നിയായി പുറപ്പെട്ടു. കൃഷ്ണനൊന്ന് ഗർജിച്ചപ്പോൾ മധുരയിലെ കൊട്ടാരക്കെട്ടുകൾ വിറച്ചു. മൃത്യുവിന്റെ വേഗത്തിൽ കംസൻ ഒന്ന് ചലിക്കും മുൻപേ ഒരു മിന്നൽ പിണർ പോലെ കൃഷ്ണൻ സിംഹാസനത്തിനു മുകളിലേക്ക് കുതിച്ചു. കംസന്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് അവനെ താഴേക്ക് വലിച്ചിട്ടു. ആകാശത്തു നിന്നും ഒരു ഇടിമിന്നൽ ഭൂമിയിൽ പതിച്ചതുപോലെയായിരുന്നു ആ വീഴ്ച. നിലത്തു വീണ കംസന്റെ മുന്നിലേക്ക് ഭഗവാൻ ചാടി വീണു. കംസൻ കണ്ടത് തന്റെ പ്രാണനെടുക്കാൻ വന്ന സാക്ഷാൽ യമരാജന്റെ അധിപനെയാണ് അവിടെ കണ്ടത്. ഭഗവാന്റെ ഉഗ്രമായ കൈകളിൽ കംസൻ പിടഞ്ഞു. തന്റെ സഹോദരിയുടെ മക്കളെ കൊന്നൊടുക്കിയ, ലോകത്തെ പീഡിപ്പിച്ച ആ അഹങ്കാരിയുടെ പ്രാണൻ നിമിഷങ്ങൾക്കുള്ളിൽ ഭഗവാന്റെ പാദങ്ങളിൽ പൊലിഞ്ഞു. കൊട്ടാരമുറ്റത്ത് നിശബ്ദത പടർന്നു. കംസാരിയെ കണ്ട് ജനങ്ങൾ ഭയഭക്തിയോടെ കൈകൂപ്പി. ആ രൂപം ഭയാനകമായിരുന്നു. എന്നാൽ കണ്ണുകളിൽ ലോകത്തോടുള്ള കരുണയും നീതിയും ഉണ്ടായിരുന്നു.